നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏഴാമത്തെ ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അതാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് നിരാശാജനകമായ ബജറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്ന് ധനമന്ത്രി എടുത്തു പറഞ്ഞു. ബജറ്റിൽ സ്ത്രീകൾ, കർഷകർ, യുവജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുന്നതായി ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇപ്രാവശ്യവും പേപ്പർലെസ് ബജറ്റായിരുന്നു നിർമ്മല സീതാരാമൻ തയ്യാറാക്കിയത്. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജനപ്രിയ ബജറ്റ് ആകുമെന്ന സൂചനയൊക്കെ കിട്ടിയിരുന്നു. എന്തായാലും ഏഴാം ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന് കനത്ത നിരാശ തന്നെ ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത് എയിംസ് ആണ്. എയിംസ് ഉണ്ടാകുമോ, പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതടക്കം കേരളം ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ എയിംസ് പ്രഖ്യാപിച്ചില്ല. കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നതിനായുള്ള ശ്രമങ്ങൾ 10 വർഷമായി തുടരുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിട്ട് മണിക്കൂറുകളാകുന്നതേ ഉള്ളൂ. ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും ബജറ്റ് വരട്ടെ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. കേരളത്തിന്റെ പ്രതീക്ഷയായ എയിംസ് എന്തായാലും നമുക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ബജറ്റ് പ്രഖ്യാപനം അവസാനിച്ചപ്പോൾ പ്രത്യേക സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ല. വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽ പോലും കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ട് പോലുമില്ല. എന്തായാലും കേരളത്തിന് കടുത്ത തിരിച്ചടി, കനത്ത നിരാശ നേരിട്ടിരിക്കുന്ന ഒരു കേന്ദ്ര ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി കേന്ദ്രമന്ത്രിയുടെ അടക്കം പ്രതികരണം അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ബജറ്റ് നമുക്കൊന്ന് വിശദമായി നോക്കാം. വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് 1.48 ലക്ഷം കോടി, 9 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല കർഷകർക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. രാജ്യത്തെ 500 പ്രധാന സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കുമെന്നും 5000 രൂപ സ്റ്റൈഫൻഡ് നൽകുമെന്നും 6000 രൂപ ഒറ്റത്തവണയായി നൽകുമെന്നും പരിശീലനത്തിനുള്ള ചെലവും 10% സ്റ്റൈഫൻഡും കമ്പനികൾ വഹിക്കണമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് EPF എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം. കൂടുതൽ തദ്ദേശീയ താപവൈദ്യുതി നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാനുള്ള സഹായം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് 11,500 കോടിയുടെ സഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രളയം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ നടപ്പാക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നേപ്പാളിലേതിന് സമാനമായ രീതിയിൽ പദ്ധതി നടപ്പാക്കുമെന്നാണ് ബജറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അസമിനും ഹിമാചലിനും സഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന ഫേസ് 4 ഉടൻ അവതരിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാകുന്ന റോഡുകളാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയിലൂടെ നിർമ്മിക്കുക. 25,000 ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കും. ബീഹാറിൽ 2 ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം. ലോകോത്തര വിനോദസഞ്ചാര നിലവാരത്തിലെത്തിക്കാനുള്ള ശ്രമത്തിനോടനുബന്ധിച്ചാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യും. വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ്. 12 വ്യവസായ പാർക്കുകൾ കൂടി അവതരിപ്പിക്കും. GST റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു. സാധാരണക്കാരന്റെ നികുതി ഭാരം കുറച്ചിട്ടുണ്ട്. കർഷകർക്കുള്ള ധനസഹായം 6000 രൂപയായി തന്നെ തുടരും. കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ വീണ്ടും പരിശോധിക്കും. ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിരിക്കുകയാണ്. പെൻഷൻ പദ്ധതിയിൽ വലിയ രീതിയിലുള്ള മാറ്റമൊന്നുമില്ല. പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ നടക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയും. മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും. സ്വർണം, വെള്ളി ഇവയ്ക്ക് വില കുറയും. സ്വർണത്തിന്റെയും വെള്ളിയുടെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വില കുറയും. പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും. സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. മാത്രമല്ല മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ 3 ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കുമെന്നും ചെമ്മീൻ തീറ്റയ്ക്ക് ഉൾപ്പെടെ വില കുറയ്ക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന പ്രഖ്യാപനമുണ്ട്. ആദായ നികുതി ആക്ട് പുനഃപരിശോധിക്കും. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ഒരു ബജറ്റ് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗത്തിലും ഒഴിവാക്കിയിരിക്കുകയാണ്. ക്രൂയിസ് ടൂറിസത്തിന് വൻ പ്രോത്സാഹനമാണ് ഇപ്രാവശ്യത്തെ ബജറ്റിൽ നൽകിയിരിക്കുന്നത്. വിദേശ ക്രൂയിസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂയിസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് 35% കുറച്ചിരിക്കുകയാണ്. 3 ലക്ഷം വരെ കാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് സിഡക്ഷൻ
50,000-ൽ നിന്നും 75,000 ആക്കി. 3 ലക്ഷം വരെ നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതി. 7 മുതൽ 10 ലക്ഷം വരെ 10% നികുതി. ഇത്തരത്തിൽ ആ ഒരു നികുതി ഇനത്തിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നവീന പദ്ധതിയുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി രൂപ വകയിരുത്തി. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതികൾ, സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ, ഇങ്ങനെ നീണ്ടുപോവുകയാണ് ബജറ്റിലെ വൻ പ്രഖ്യാപനങ്ങൾ. എന്തായാലും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് വലിയ നിരാശയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.